ആരംഭിച്ചു. അതുവഴി 8,19,000 ചെറുപ്പക്കാർക്ക് ഈ കേരളത്തിൽ പുതിയ തൊഴിലവസരം ലഭിച്ച ഒരു സംരംഭങ്ങൾ ഈ കേരളത്തിൽ ആരംഭിച്ചു. വ്യവസായം ആരംഭിക്കാൻ അപേക്ഷ കൊടുത്താൽ 10 മിനിറ്റിനകത്ത് അനുമതി ലഭിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞത് MLA-യും ഈ രാജ്യത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം തിരുവനന്തപുരത്തുള്ള MP ശശി തരൂർ പറയുന്നു. വ്യവസായ നിശ്ചയബോധത്തിൽ ഇന്ത്യയിൽ കർഷക തൊഴിലാളികളും വിധവകളും അഗതികളും വികലാംഗരും നിത്യരോഗികളുമായിട്ടുള്ള അശരണരായ പാവങ്ങളായ ആളുകൾക്ക് ഈ കേരളത്തിൽ ലഭിച്ചിരുന്ന 600 രൂപയായിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 18 മാസക്കാലം കുടിശ്ശികയിട്ട പരമദുഷ്ടന്മാരുടെ ഗവൺമെന്റായിരുന്നു ഉമ്മൻചാണ്ടിയുടെ UDF-ന്റെ ഗവൺമെന്റുകൾ. ഈ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിലെത്തിയ 1ാമത്തെ മന്ത്രിസഭാ യോഗത്തിലെ 1ാമത്തെ തീരുമാനം സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തു കൊടുക്കാൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ 1000 രൂപയാക്കാൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 ആക്കാൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 ആക്കാൻ. പ്രിയമുള്ളവരെ, 10 വർഷക്കാലമായി മുടങ്ങാതെ പെൻഷൻ കിട്ടുന്ന 2000 രൂപ പെൻഷൻ കിട്ടുന്ന സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റി 62 ലക്ഷം കുടുംബങ്ങൾക്ക് മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭരണത്തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ ഈ തെരഞ്ഞെടുപ്പിനോട് ചോദിക്കുക. കണ്ടോ വാഗ്ദാനം. പിന്നെയോ അവർ അധികാരത്തിൽ വന്നാൽ സാമൂഹ്യക്ഷേമ പെൻഷൻ 3000. കയ്യിലെ മൊബൈൽ ഫോൺ എടുത്ത് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്യണം. പ്രകടന പത്രിക UDF 2021 പറഞ്ഞെന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് 6000 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ. അധികാരത്തിൽ വരാതായപ്പോ 3 വർഷം കഴിഞ്ഞപ്പോ അത് 3000 രൂപ. 600 രൂപയായിരുന്ന പെൻഷൻ 18 മാസം കുടിശ്ശികയിട്ട പരമദുഷ്ടന്മാർ പറയാണ് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നിങ്ങൾക്ക് പെൻഷൻ ഞങ്ങൾ 3000 തരുമെന്ന് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ് നാം നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്, അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒന്നാണ്. കേരളം നേരത്തെ നല്ല പൊതുവിൽ സമ്പാദിച്ചെങ്കിലും ഇടക്ക് വല്ലാത്ത തകർച്ച നമുക്ക് നേരിടേണ്ടി വന്നു. 2016 എല്ലാ മേഖലയും പുറകിലായ അവസ്ഥയാണ് ഉണ്ടായത്.